എല്ലാവർക്കും നമസ്കാരം. ഞാൻ ദിവ്യ, മൈൻഡിന്റെ പ്രയാൺ ഇടം പ്രൊജക്റ്റുകളുടെ കോർഡിനേറ്ററാണ്. അപ്പം ആദ്യം തന്നെ എല്ലാവർക്കും ഇവിടെ സംഘടിപ്പിക്കുന്ന വായനാദിന പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇടം പ്രൊജക്റ്റ് എന്ന് പറയുന്നത് മൈൻഡിലുള്ള ആളുകളുടെ സാഹിത്യപരവും കലാപരവുമായിട്ടുള്ള കഴിവുകളെയൊക്കെ വളർത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. അപ്പം അതില് മൈൻഡിലുള്ള ആളുകൾ മാത്രമല്ല, മൈൻഡിൽ വെളിയിലുള്ള വിവിധ തരത്തിലുള്ള ഡിസബിലിറ്റി നേരിടുന്ന ആളുകളും നമ്മളുടെ ഇടത്തിൽ എഴുതാറുണ്ട്. ഇടത്തിൽ നമ്മൾ മന്ത്ലി ഒരു മാഗസിൻ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഇടത്തിനൊരു ബ്ലോഗ് പേജും ഉണ്ട് നമുക്ക്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ജൂൺ 19 എന്ന് പറയുന്നത് വായനാ ദിനമാണ്. അപ്പം കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായിട്ടുള്ള PN പണിക്കരുടെ ചരമദിനമായിട്ടാണ് നമ്മൾ വായനാ ദിനമായിട്ട് ആഘോഷിക്കുന്നത്. അപ്പം ഇന്ന് ഇങ്ങനെയുള്ള ദിനങ്ങൾ, വായനാ ദിനങ്ങളൊക്കെ നമ്മളുടെ സമൂഹത്തിൽ ആളുകളിലേക്കൊക്കെ വായനയുടെ ഇമ്പോർട്ടൻസ് വളർത്താൻ വേണ്ടിയിട്ട്, അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുന്നതിന് എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് നമുക്കറിയാം. കാരണം നമ്മൾ തന്നെ ഇപ്പം ഇതിന്റെ ഭാഗമായിട്ട് ഒത്തുചേർന്നു ആളുകളിലേക്ക് ഈ ഒരു വായനയുടെ പ്രാധാന്യം എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാനൊരു പുസ്തകത്തിലെ കുറച്ച് ലൈൻസ് വായിക്കുകയാണ്. നേഴ്സിംഗ് കൈകൾ കൊണ്ടോ തെർമോമീറ്റർ കൊണ്ടോ ചെയ്യുന്ന ഒന്നല്ല, ഹൃദയം കൊണ്ടാണ് നമ്മൾ പരിചരിക്കുന്നത്. തൻ്റെ ഉള്ളിൽ അഗ്നിപർവ്വതമുണ്ടെങ്കിലും വാർഡിന്റെ വാതിൽ കടന്നാൽ ചിരിക്കണം. ഞാനിപ്പോൾ വായിച്ചത് വൈറസ് എന്ന് പറയുന്ന ഒരു നോവലിലെ വാചകങ്ങളാണ്, വരികളാണ്. ഇത് എഴുതിയിരിക്കുന്നത് ഐശ്വര്യ കമലയാണ്. നമ്മളുടെ കൂടെ, നമ്മളുടെ ഈ പ്രോഗ്രാമിന്റെ മുഖ്യ അതിഥിയായിട്ട് നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നത് ഐശ്വര്യ മാമാണ്. അപ്പൊ മാഡത്തിന് ഈ ഒരു നോവലിന്, വൈറസ് എന്ന നോവലിന് പുതുമുഖൽ നോവലിനുള്ള പത്മരാജൻ പുരസ്കാരം നേടിയിട്ടുണ്ട്. മാം ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുത്തുകൾ, ആർട്ടിക്കിളുകളും ഷോർട്ട് സ്റ്റോറീസും ഒക്കെ എഴുതുന്ന ആളാണ്. പ്രധാനപ്പെട്ട മാഗസിനുകളിലും മീഡിയസിലൊക്കെ എഴുതുന്ന ആളാണ്. ഒപ്പം തന്നെ മാമിന് മാധവിക്കുട്ടി കമല സുരയ്യയുടെ സ്പെഷ്യൽ ജൂറി പുരസ്കാരം 2024 ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാമിന്റെ പോയമായുള്ള റൂം ആഫ്റ്റർ മീക്ക് യുവർ വേർഡ് റെസൊണൻസ് അവാർഡ് 2024 ലഭിച്ചിട്ടുണ്ട്. അപ്പം ഒരുപാട് സ്നേഹത്തോടെ ആദരവോടെ മാമിനെ ഈ നമ്മുടെ വായനാ ദിന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമ്മുടെ എല്ലാ ഓഡിയൻസിനെയും, നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മാം, ഓവർ ടു യു. താങ്ക്സ് അ ലോട്ട്. ഒത്തിരി സന്തോഷം ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ പറ്റിയത്. ഒരു പ്രോഗ്രാമായി ഞാനായിട്ട് കാണുന്നില്ല, നമ്മളൊക്കെ കൂടെ ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഇഷ്ടം. വളരെ ഒരു ഔപചാരികമായ വലിയൊരു ചടങ്ങിനേക്കാളേറെ നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നു എന്നുള്ള ഒരു രീതിയിൽ കാണാനാണ് എനിക്കിഷ്ടം. നിങ്ങളെയൊക്കെ കേൾക്കാനും ഒക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. വായനാ ദിനമായിട്ട് ശരിക്കും ഒത്തിരി സന്തോഷമുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നു എന്നൊക്കെ ഉള്ളത്. നിങ്ങൾ എന്നെ ഇൻവൈറ്റ് ചെയ്തതിൽ സ്പെഷ്യൽ താങ്ക്സ്. കാരണം ഞാനൊരു എഴുത്തുകാരി മാത്രമല്ല, ഒരു ആരോഗ്യ പ്രവർത്തകയൊക്കെയാണ്. അപ്പോൾ വലിയൊരു ഐ എം സോ പ്രൗഡ്. ഭയങ്കര ഒരു ആത്മവിശ്വാസം നിങ്ങളൊക്കെ കാണുമ്പോൾ തോന്നുന്നുണ്ട്. എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുമ്പോഴും നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് സംസാരിക്കാം, അല്ലെ, നമുക്ക് സൗഹൃദം പങ്കുവെക്കാം എന്നൊക്കെ ഉള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഞാൻ എൻ്റെ എങ്ങനെയാണ് ഇപ്പോൾ വായനയിലേക്ക് ഇത്ര ഇഷ്ടം തോന്നിയത്, അല്ല എന്താ വായന തന്നെ തിരഞ്ഞെടുത്തത് എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കലുണ്ട് കേട്ടോ. എങ്ങനെയാണ് ഈ വായനയിലേക്ക് വന്നതെന്നാണല്ലോ ചോദ്യം. അപ്പൊ എപ്പോഴും എൻ്റെ ചൈൽഡ്ഹുഡ്, അല്ല എൻ്റെ ഒരു ചെറുപ്പകാലം വളരെ ഒരു ബുദ്ധിമുട്ട് നിറഞ്ഞതായിരുന്നു. എൻ്റെ വീട്ടിൽ TV ഒന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല. ഞാനും എൻ്റെ അമ്മയും മാത്രമാണ് കുടുംബത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോ വളരെ ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒക്കെ. അപ്പൊ എൻ്റെ വീടും എൻ്റെ മുറികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം വളരെ ഡാർക്കാണ്. ഇന്നത്തെ പിള്ളേരുടെ ഭാഷ പറഞ്ഞൊക്കെ ഡാർക്ക് സീനാണ്. അപ്പൊ നമുക്ക് സിനിമകളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഗ്ലാമറാണ്, ഭയങ്കര ലോകാണ്, അല്ലെ, വലിയ വലിയ നായകന്മാര്, സുന്ദരികളായ നായികന്മാര്, വലിയ കൊട്ടാരങ്ങൾ, വലിയ വലിയ വീടുകൾ. അപ്പൊ നമുക്ക് അതൊക്കെ കാണുമ്പോൾ നമുക്കൊന്നും സിനിമയൊന്നും കാണുമ്പോൾ ഒന്നും ഒരു സന്തോഷം തോന്നുന്നുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ പുസ്തകങ്ങളൊക്കെ വായിച്ചു തുടങ്ങുമ്പോഴാണ് എന്നെ പോലുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, ദാരിദ്ര്യം, പട്ടിണി, കഷ്ടപ്പാട്, അങ്ങനെയാണ് എൻ്റെ വായന എനിക്ക് കൂടുതൽ ഇഷ്ടമാവാൻ കാര്യം.
MTയുടെ കഥയൊക്കെ വായിക്കുമ്പോൾ, മുകുന്ദന്റെ കഥ വായിക്കുമ്പോൾ, അല്ലെ OV വിജയന്റെ കഥയൊക്കെ വായിക്കുമ്പോൾ എന്നെ പോലുള്ള മനുഷ്യന്മാര് കഷ്ടപ്പാട്, ദാരിദ്ര്യം, ജീവിത ദുഃഖം, അകത്തുള്ള ഇന്നർ കോൺഫ്ലിക്റ്റുകൾ, നമ്മുടെ മാനസിക പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെയുള്ള പൊതുവെ വളരെ ഈ ഞാനിങ്ങനെ സംസാരിക്കുക, എന്നെ കാണാൻ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആളുകൾ വിചാരിക്കാൻ ഞാൻ ഭയങ്കര ഒരു എന്താണ് ഒരു എക്സ്ട്രോവേർട്ട് ആണ്, വളരെ ഇൻട്രോവേർട്ട് ആണ് ഞാൻ. നിങ്ങൾ എന്നെ നേരിട്ട് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ, വളരെ സംസാരിക്കാനൊക്കെ മടിയുള്ള ഒരു 10-15 ആളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചെറിയ ചമ്മലൊക്കെ വരുന്ന ഒരാളാണ് ഞാൻ. അപ്പോ പൊതുവെ അങ്ങനത്തെ ഒരു ആ ജീവിതമായിരുന്നു എന്റേതും. അപ്പൊ അങ്ങനെ എനിക്ക് വളരെ എളുപ്പം, എനിക്കൊരു കംഫർട്ട് തോന്നിയിരുന്നത് വായനയിലാണ്. അങ്ങനെ സിനിമയോ ഇപ്പോ വേറെ ഇന്നത്തെ കാലത്തെ കുട്ടികൾ പറഞ്ഞ ടിക്ടോക്കോ യൂട്യൂബോ ഇൻസ്റ്റയോ ഇതൊന്നും വലിയ സന്തോഷം തരുന്നുണ്ടായിരുന്നില്ല. വായനയാണ് എനിക്ക് ഒളിക്കാൻ പറ്റിയ ഒരു മാർഗം, അല്ലെ ഒളിക്കാൻ പറ്റിയ ഒരു സങ്കേതം എന്ന് തോന്നിയിട്ടായിരിക്കണം. ഞാൻ ഒരു പൊതുവെ ഒരു ജന്മന അന്തർമുഖയായിരുന്നു, ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. അതുകൊണ്ട് വെള്ളിയാഴ്ചയൊക്കെ പുസ്തകം എടുത്ത് വായിക്കാൻ തുടങ്ങിയ പിന്നെ തിങ്കളാഴ്ച വരെ അവിടെ ഇരിക്കും. അപ്പോ അങ്ങനെയാണ് എഴുത്തിലേക്ക് വന്നത്, വായനയിലേക്ക് വന്നത്. വായന പിന്നെ കുറെ കാലം എപ്പോ എന്നെ എവിടെ വെച്ച് കണ്ടാലും പുസ്തകവും കയ്യും ഒക്കെ ആയിട്ട് നടക്കായിരുന്നു. അങ്ങനെ MT, നമ്മുടെ ആളുകളൊക്കെ ഉണ്ടല്ലോ, ബഷീർ, MT, മുകുന്ദൻ, സേതു, അങ്ങനെ വായിച്ചു പോയി. വായിച്ച് പിന്നെ നമുക്ക് എഴുതണം എന്നൊക്കെ തോന്നി. അപ്പൊ ഞാനൊരു ഒരു 1-2 കഥകളൊക്കെ എഴുതി നോക്കി, നേരെയായില്ല, നന്നായില്ല. പിന്നെ അങ്ങനെ ഓരോന്നായി എഴുതി, കവിതകളൊക്കെ എഴുതി, അങ്ങനെ ഓരോന്നും വരാൻ തുടങ്ങി. പിന്നെയാണ് നോവല് വന്നത്. ഇപ്പൊ ഇതിങ്ങനെ നമ്മളൊരു ക്രിയേറ്റിവിറ്റിന്റെ ഓരോരോ സ്റ്റെപ്പായി കടന്ന് പോയി ഇവിടം വരെ എത്തി. അപ്പോ എനിക്ക് ഒരുപാട് സന്തോഷം, നിങ്ങളൊക്കെ വായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് വായിക്കാൻ ആളുണ്ട്. ഇപ്പൊ നമ്മളെ എല്ലാരും പറഞ്ഞിങ്ങനെ ചില വാർത്തകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പേടി തോന്നും, ഇല്ല മലയാള ഭാഷ മരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾ വായെടുത്ത് ഒരു വാക്ക് സംസാരിച്ചാൽ അതിൽ 10 ഇംഗ്ലീഷ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പേടിപ്പിക്കും. അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിക്കും, ദൈവമേ ഞാൻ എഴുതി തുടങ്ങിയപ്പോ തന്നെ ഭാഷ പോയെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എങ്ങനെ സഹിക്കും എന്ന്. പക്ഷെ ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്കൊരു സമാധാനം, ഇത്രയും ആളുകൾ മലയാളമൊക്കെ വായിക്കുന്നുണ്ട്, പുസ്തകങ്ങളൊക്കെ വായിക്കുന്നുണ്ട്, എന്നെ പോലുള്ള പാവ എഴുത്തുകാരെയൊക്കെ വിളിക്കുന്നുണ്ട്, എന്നെ കേൾക്കാൻ ഇത്ര ആളുകൾ വരുന്നുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെയൊക്കെ നമുക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ലൈഫ് സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവും. അതിനെ മറികടക്കാൻ പറ്റുന്ന ഒരു മാർഗം ആർട്ടാണ്. നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ആർട്ടിലൂടെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. എഴുതുക, വായിക്കുക, നമ്മളെ തന്നെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. ഇപ്പൊ നമ്മളിപ്പോ ഒരു ജയിലിൽ പെട്ട് കിടക്കുകയാണെങ്കിലും നരകത്തിൽ പെട്ട് കിടക്കുകയാണെങ്കിലും പണ്ടാരണ്ട് പറഞ്ഞല്ലോ, നരകത്തിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ വരെ ഞങ്ങൾ നരകത്തിന്റെ ഓർമ്മക്കുറിപ്പ് എഴുതും എന്ന്. അപ്പൊ അതൊരു വലിയൊരു ഓവർകം ചെയ്യുന്ന ഒരു മാർഗമാണ്. ഞാന് മാമിന്റെ ബുക്കിന്റെ ടൈറ്റിൽ കണ്ടപ്പോ വൈറസ്, അപ്പൊ നമുക്ക് വൈറസ് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു മൂവിയാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. അപ്പം അതുമായിട്ട് ആ ഒരു പേരിടാൻ കാരണം അതിൽ നിന്ന് ഇൻഫ്ലുവൻസ് ആയിട്ടാണോ? അല്ല, ആ കഥ ഫുള്ളും പാൻഡമിക് ആണ്. ആ നോവൽ തന്നെ മൊത്തമായിട്ട് കൊറോണ കാലത്തെ പ്രശ്നങ്ങളും ആ സമയം ഒരു ആശുപത്രിയിൽ നടക്കുന്ന ഒരു കലാപവും അല്ലെങ്കിൽ അവരുടെ ഒരു സമരവും ഒക്കെയാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതിലിപ്പോ വേറെ 1-2 പേരൊക്കെ ഞാൻ ഇട്ട് നോക്കി, എനിക്കൊരു സംതൃപ്തി വരാത്തത് കൊണ്ടും ഈ പേര് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും, ഓൾറെഡി ഒരു സിനിമയൊക്കെ ബ്രാൻഡ് ചെയ്ത് പോയിട്ടുള്ളത് കൊണ്ട് എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ അങ്ങനെ അങ്ങ് ഇട്ടതാണ്. അതല്ല, ഹോസ്പിറ്റലിലെ നഴ്സായിട്ട് ജോലി ചെയ്യുന്നില്ലോ, ആണോ ഈ മൊത്തം എഴുത്ത് നടത്തിയത്? ഏറെക്കുറെ ജോലിന്റെ നമുക്കിങ്ങനെ ഒരുപാട് അമർഷമൊക്കെ ഉണ്ടാവില്ല ജോലി ചെയ്യുമ്പോൾ. ഒരു നഴ്സായിരിക്കുമ്പോൾ നമുക്ക് വരുന്ന ഒരു ആശുപത്രിയിലുള്ള ബുദ്ധിമുട്ടുകള്, ഒരു പക്ഷേ ഇപ്പൊ എനിക്കൊന്നും ഞാൻ ഗവൺമെന്റിലാണ് ജോലി ചെയ്തത്. പക്ഷെ പ്രൈവറ്റിലൊക്കെ ജോലി ചെയ്ത ഒരു നഴ്സിനോട് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ദുഃഖങ്ങളും പ്രശ്നങ്ങളൊക്കെ പറയാനുണ്ടാവും. ഇപ്പൊ അവര് ഇന്നലെ വരെ നോക്കിയ രോഗിയായിരിക്കും ബില്ലടക്കം ഇല്ലാത്തതുകൊണ്ട് പിറ്റേ ദിവസം പറഞ്ഞു വിട്ടോളാൻ പറയുന്നത്. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാം നേരിട്ട് കാണുകയാണ്. ഒരു ഡോക്ടറെക്കാളും കൂടുതൽ രോഗീന്റെ ഒപ്പം 24 മണിക്കൂർ ഒപ്പം ഉള്ളതുകൊണ്ട് അവരെ ബുദ്ധിമുട്ട്, അവർക്ക് എന്തൊക്കെയാ പ്രശ്നങ്ങൾ. അപ്പൊ ഒരു നഴ്സിംഗ് ലൈഫിനെ കുറച്ചും കൂടി അതിന്റെ ഒരു ഫിലോസഫി എന്താ, നമ്മളിങ്ങനെ രോഗികളുമായി നമ്മൾ ഈ ചെലവിടുന്ന, നമ്മൾ മാനസികമായിട്ട് അവരുമായിട്ട് ഭയങ്കരമായിട്ട് അടുത്തു പോകും. എനിക്കൊക്കെ ഒരുപാട് സുഹൃത്തുക്കൾ കൂടുതൽ ഞാൻ ഉണ്ടായിരുന്ന ആശുപത്രിയിൽ ചികിത്സയിൽ ഉണ്ടായിരുന്നവരാ.
അപ്പൊ അവരൊക്കെ ആയിരിക്കും എനിക്ക് മെസ്സേജ് അയക്കുക, സിസ്റ്റർ ഇപ്പൊ എന്താ ചെയ്യണേന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അത്രയും അടുപ്പുണ്ടാവും. അപ്പൊ ഒരു അത് അങ്ങനെ ആ പ്രൊഫഷനെ കുറിച്ച് ചുറ്റിപ്പറ്റിട്ട് തന്നെയാണ് ഈ നോവല് പൊക്കോണ്ടിരിക്കുന്നത്. അത് എന്റെ അമ്മ അപ്പം എനിക്കറിയാം നിങ്ങളുടെ ഈ ഒരു നഴ്സിംഗ് ഫീൽഡിലുള്ള ഒരു സ്ട്രെസ്സും അല്ലെങ്കിൽ എന്തുമാത്രം എഫേർട്ട് നിങ്ങൾ ഇടുന്നുണ്ടെന്ന് ചെറുപ്പം മുതലേ ഞാൻ കണ്ടുവരുന്നുണ്ട്. അപ്പം കുറെ സ്ട്രഗിൾ കഴിഞ്ഞ എക്സാം അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പം ഈ എഴുത്ത് ഒബ്വിയസ്ലി ചേച്ചിന് പാഷനാണ്. അപ്പം ഈ പാഷൻ ഫോളോ ചെയ്യുന്നവർക്ക് എന്ത് സ്ട്രഗിൾ ഉണ്ടെങ്കിലും അത് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും, അത് നമുക്കറിയാം. പക്ഷെ ഈ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള വർക്ക് ലൈഫിനിടയ്ക്ക് എഴുതാനും അല്ലെങ്കിൽ ഇങ്ങനെ എന്നെക്കൊണ്ട് ഇങ്ങനെ എഴുതാൻ പറ്റും എന്നുള്ള ഒരു സെൽഫ് ഡിസ്കവറി നടത്തിയ ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു സമയം പറയാൻ പറ്റും? അതൊരു നല്ല ചോദ്യമാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് എപ്പോഴും നമ്മുടെ ലൈഫിൽ ഇപ്പോ പൊക്കോണ്ടിരിക്കുന്ന ഒരു രീതിക്ക് നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കും. അത് നമ്മള് പഠിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് എല്ലാവരും നമ്മളടുത്ത് പറയും ജോലി കണ്ടുപിടിക്കില്ലേ, ജോലി കണ്ടുപിടിക്കല്ലേ എന്ന് പറഞ്ഞു നമ്മൾ ജോലി കണ്ടുപിടിക്കും. ജോലിയിൽ വന്നു കഴിഞ്ഞ് നമ്മൾ കല്യാണവും കഴിച്ച് അല്ലെങ്കിൽ അതും കഴിഞ്ഞ് ജീവിതം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യാനുണ്ടോ എന്ന് നമ്മൾ തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. ആരും നമ്മളോട് ഒന്നും പറയില്ല. നമ്മളെ ജീവിതം ഇങ്ങനെ അങ്ങ് പൊക്കോണ്ടിരിക്കും, ഒരു എന്നത്തെയും പോലത്തെ രീതിക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. പക്ഷേ അതിൽ നിന്ന് എന്തെങ്കിലും മാറ്റം വരുത്തണോ, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും സംഭവം ഉണ്ടോ, അല്ലെ ഞാൻ എന്തെങ്കിലും എൻ്റെ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങിയതിന് കാരണം ഞാന് എൻ്റെ രണ്ടാമത്തെ മകളൊക്കെ ജനിച്ചതിന് ശേഷം എനിക്ക് വല്ലാത്തൊരു ഏകാന്തതയും കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം അമ്മ എൻ്റെ ഒപ്പം ഉണ്ട്, അമ്മയാണ് മക്കളൊക്കെ നോക്കുക. അപ്പൊ എനിക്ക് പൊതുവെ ഒരു ഏകാന്തതയും മറ്റുമൊക്കെയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ എപ്പോഴും കുത്തിക്കുറിക്കുമായിരുന്നു. അപ്പോ എന്നോട് അപ്പോഴാണ് ഈ ദേശാഭിമാനിയിലെ എഡിറ്റർ എൻ്റെ സുഹൃത്താണ്. അത് ഇങ്ങനെ ഒരു കഥ തരാമോ, നിങ്ങൾ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ നീയൊക്കെ എഴുതുണ്ടല്ലോ, ഒരു കഥ തരാമോ എന്ന് ഇങ്ങനെ ചോദിക്കണം. അപ്പോൾ അങ്ങനെ ചോദിച്ചതും ഒരു വലിയ കാര്യമാണ്. അതിനു മുൻപ് ഞാൻ ഇതുപോലൊരു കൂട്ടായ്മയിലുണ്ടായിരുന്നു. സോ ഒരു ഫേസ്ബുക്കിലെ ഒരു സൃഷ്ടിപഥം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൂട്ടായ്മ. അത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ആന്റിയാണ് എന്നെ അതിലേക്ക് കൊണ്ടുവരുന്നത്. ഞാൻ ഈ കൂട്ടായ്മകളുടെ പ്രാധാന്യം കൂടിയാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ എഴുതണം അല്ലെങ്കിൽ എഴുത്തിന്റെ ഒരു മാർഗ്ഗമാണ് എന്നുള്ളതൊക്കെ ഞാൻ വിട്ടു. കാരണം ഞാൻ രാവിലെ എണീക്കുക, പിറ്റേ ദിവസത്തേക്കുള്ള കടലയ്ക്ക് വെള്ളം വെള്ളത്തിടുക, അല്ലെങ്കിൽ അരി ഇടുക, അല്ലെങ്കിൽ വല്ല അപ്പത്തിന് മാവരയ്ക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണ ഒരു വീട്ടമ്മയുടെ ജീവിതമൊക്കെ ജീവിക്കുക, വേറെ അത് ആ തുരുത്തിന്ന് വേറെ ചിന്തിക്കുകയോ ഒന്നും ചെയ്യാതെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എന്നെ ഈ ആന്റി കൊണ്ടുപോയിട്ട് ഈ എഴുത്തുകൂട്ടം എന്ന് പറഞ്ഞിട്ട്, സൃഷ്ടിപഥം എന്ന് പറഞ്ഞിട്ടും എഴുത്തുകൂട്ടം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 1-2 ഗ്രൂപ്പിലൊക്കെ ആഡ് ചെയ്തു. ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ ക്യാപ്ഷൻ ഒക്കെ എഴുതുന്നത് കണ്ടിട്ട്. അപ്പൊ ഞാൻ പണ്ട് കോമ്പറ്റീഷനുകൾക്കൊക്കെ എഴുതിയിരുന്നു സ്കൂളിലൊക്കെ. ഞാൻ ഈ നമ്മുടെ കലോത്സവങ്ങൾക്കൊക്കെ പോകുമ്പോൾ അവിടെ ഇപ്പൊ പോയിന്റ് ഒക്കെ തികയ്ക്കണമല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ പറഞ്ഞ കവിതാരചന, കഥാരചന അതിനൊക്കെ പോയി ജോയിൻ ചെയ്യലും എഴുതലും ഒക്കെ ഉണ്ടായിരുന്നു. സമ്മാനങ്ങളൊക്കെ കിട്ടായിരുന്നു. അത് അവിടെ കളഞ്ഞു. കല്യാണം കഴിച്ച ശേഷം നമ്മളത് ഈ പെൺകുട്ടികളൊക്കെ എല്ലാം കളയുമല്ലോ, വേറൊന്നും ഇല്ല ജീവിതത്തിലും. അപ്പോഴാണ് ഈ കോമ്പറ്റീഷനുകളും ഈ സോഷ്യൽ മീഡിയ വന്നത്, ഈ ഒരു ഫേസ്ബുക്കിന്റെ ഒക്കെ ഒരു കാലം. അപ്പൊ ഫേസ്ബുക്കിൽ ഇങ്ങനെ എഴുതാൻ തുടങ്ങി. അപ്പൊ അതിലൊക്കെ ഇങ്ങനെ എഴുതാൻ തുടങ്ങിയപ്പോ തന്നെ നമ്മുടെ ഉള്ളിൽ എഴുതാമല്ലോ, ഒരു 10 പേര് നമ്മളെ കാണുന്നുണ്ട്, വായിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങളെ കൂട്ടത്തിൽ തന്നെ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ആർക്കെങ്കിലും എഴുതാൻ തോന്നും. അപ്പൊ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ പരസ്പരം അഭിനന്ദിക്കുന്നുണ്ട്. ഇപ്പൊ അബ്ദുക്ക് എഴുതുമ്പോ മൻസൂർ പറയാണ് നന്നായിണ്ടല്ലോ എന്ന് അങ്ങോട്ട് പറയാം. ആ മൻസൂർ എഴുതുമ്പോ അബ്ദുക്ക് പറയാ നന്നായിണ്ടല്ലോ. അപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ ഒരു കൊള്ളല്ലോ, നമ്മൾ വലിയ തിരക്കേടല്ലോ എന്ന് തോന്നും. അങ്ങനെ എഴുതാൻ തുടങ്ങി. അപ്പോ എന്നോട് ചോദിച്ചു, അതിങ്ങനെ കണ്ടിട്ട് ഒരു കഥയായിട്ട് എഴുതി തരാമോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് എഴുത്തിലേക്ക് വന്നത്. പുറത്ത് നമ്മുടെ ഉള്ളിൽ നിന്നും അങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ടായിരുന്നു. പുറത്തുനിന്നുള്ളവരും നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അതൊരു വലിയ കാര്യമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നമ്മളെ ഒരു കൂട്ടായ്മ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അതാണ്. നമ്മൾ ഒന്നിച്ച് നമ്മൾ എന്തൊക്കെയൊക്കെയോ ചെയ്യാണ് പുതിയതായിട്ട്, അല്ലേ? മാഡം പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഒരു കഥ കാണുമെന്ന് ആണല്ലോ. അപ്പോൾ അതൊരു എന്നെ പോലെ ഒരു സാധാരണ ഒരു വായനക്കാരിൽ നിന്ന് നമുക്കൊരു കഥ എഴുത്തിലേക്ക് പോകണമെങ്കിൽ അല്ലെങ്കിൽ അത് ആവിഷ്കരിക്കണമെങ്കിൽ എന്താണ് ഒരു എന്തെങ്കിലും ആ ഒരു ദിശയിലോട്ടുള്ള എന്തെങ്കിലും ഒരു സൂചനകൾ എന്താണ് മാഡത്തിന് തരാനുള്ളത്? നല്ല ചോദ്യമാണ് അത്. കാരണം
ഇപ്പോഴത്തെ ഈ ഒരു കാലത്തിന്റെ മാറ്റാണ് അതിൽ കാണിക്കുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോ കല എന്ന് പറയുന്നത് അത് പഠിച്ച് അത് ചെയ്യാൻ ബാധ്യസ്ഥരായ അല്ലെങ്കിൽ അത് ചെയ്യാവുന്ന ആളുകൾ, അതിലെ പ്രതിഭകളായിട്ടുള്ളവർ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. ബാക്കിയുള്ളവരുടെ ഒന്നും കലകൾക്കൊന്നും ഒരു വിലയില്ല എന്നുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ പോയി. ഇപ്പോ യേശുദാസും വിജയ് യേശുദാസും മാത്രമല്ല പാടുന്നത്. എന്റെ വീട്ടിൽ അപ്പുറത്തുള്ള ആളുടെ സ്മ്യൂളിലുള്ള പാട്ടും ഞാൻ കേൾക്കലുണ്ട്. എനിക്കറിയുന്ന അങ്കിൾമാരും അല്ലെങ്കിൽ എനിക്കറിയുന്ന ചേച്ചിമാരും എനിക്കറിയുന്ന മനുഷ്യര് പാടുന്ന പാട്ടുകളും അവര് ഈ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുന്ന പാട്ടുകളൊക്കെ ഞാൻ കേൾക്കലുണ്ട്, എൻജോയ് ചെയ്യലുണ്ട്. എന്നിട്ട് ഞാൻ പറയലുണ്ട്, എനിക്കറിയുന്ന എന്റെ വീട്ടിന്റെ അടുത്തൊരു ജോയേട്ടൻ എന്ന് ചേട്ടനുണ്ട്, നന്നായി പാടും. മൂപ്പര് ചെറുപ്പത്തിൽ നന്നായി പാടിയിരുന്ന് യേശുദാസ് ആവണം എന്നൊക്കെയായിരുന്നു ആഗ്രഹം. അപ്പൊ മൂപ്പരിപ്പോ എന്നും പാടി ഞങ്ങളുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിലിടും. പിന്നെ പുള്ളിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലും ഫേസ്ബുക്കിലൊക്കെ പാടിയിടും. പുള്ളി ഇപ്പൊ റെക്കോർഡ് ചെയ്യാനുള്ള മൈക്കൊക്കെ വാങ്ങി അത് കൃത്യമായി പാടുണ്ട്. ഞങ്ങള് ആ നാട്ടിലുള്ള കുറെ ആളുകൾ പുള്ളിക്കാരന്റെ ആരാധകരാണ്. പുള്ളിക്കാരന്റെ പാട്ട് കേൾക്കലുണ്ട്. എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ കേൾക്കും. എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ പറയും, ഒന്ന് പാടണം കേട്ടോ, ഇത് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ എനിക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് പാടിയിരുന്നത് ഞാൻ കേട്ടോളാന്ന് പറയും. അപ്പൊ കലകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അത് പഠിച്ച് അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആളുകൾ മാത്രമാണോ ഉള്ളത് എന്ന് പറയുന്ന കാലൊക്കെ പോയി. നമുക്ക് ഇപ്പൊ ഒരു സാധാരണ ഒരാൾക്കൊരു ഇപ്പൊ ബാലുചേട്ടന് ഒരു അനുഭവം ഉണ്ട്. ബാലുചേട്ടൻ അത് എഴുതണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ബാലുചേട്ടന് പറ്റുന്ന രീതിയിൽ എഴുതുക. അത് ഏതെങ്കിലും എഡിറ്റിംഗ് സഹായമൊക്കെ ഉള്ളവരുടെ എഡിറ്റ് ചെയ്യാൻ നോക്കുക. അത് പുസ്തകമായിട്ട് ഇറക്കുക. അതിനും ഇപ്പൊ ഒരു മാർക്കറ്റ് ഉണ്ട് അല്ലെ? അല്ലെങ്കിൽ ബാലുചേട്ടന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇടുക, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഇടുക. അപ്പോഴും ആളുകൾ അത് വായിക്കും. കാരണം എല്ലാ ആളുകൾക്കും ഒരു പ്രൊഫൈലുണ്ട്. അതാണ് ഈ കാലത്തിന്റെ പ്രത്യേകത. അങ്ങനെ ഇന്ന ആള് എന്നൊന്നുമില്ല. എല്ലാ ആളുകൾക്കും, ഞാൻ വളരെ കൊതിച്ചൊക്കെ വായിക്കുന്ന ആളുകൾ ആരും വലിയ എഴുത്തുകാരൊന്നല്ല. ഫേസ്ബുക്കിലൊക്കെ ഞാൻ വളരെ കാര്യമായി തേടി പിടിച്ചൊക്കെ വായിക്കുന്നത് സാധാരണ മനുഷ്യരാണ്. ഒരു സുബ്രഹ്മണ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളുടെ പ്രൊഫൈൽ ഉണ്ട്. അദ്ദേഹം ഒരു കൃഷിക്കാരനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ വളപ്പിൽ കൃഷി ചെയ്യുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പോസ്റ്റ് ഒക്കെ ഇടും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അതിന്റെ വീഡിയോകൾ, അതിന്റെ കൂടെ അനുഭവങ്ങളും ഒക്കെ എഴുതും. എനിക്കത് വായിക്കാൻ വലിയ ഇഷ്ടമാണ്. കാരണം എല്ലാ ആളുകളുടെ ഇതിലും ഈ കൗതുകം എന്ന് പറഞ്ഞ ഒന്നുണ്ട്. അത് നിങ്ങളുടെ ഒരു അന്തരീക്ഷം കണ്ടുപിടിക്കുക, അതിനെ നല്ല സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എഴുതുക. അത് തന്നെ മതി. ഇപ്പൊ ബഷീറൊക്കെ ഒരു വലിയൊരു കലാകാരൻ എന്നുള്ള രീതിയിലല്ല എഴുതിയിരിക്കുന്നത്. ബഷീറിന്റെ വീട്ടിലെ പാത്തുമ ആടും ചെറിയ പൂച്ചകളും അതൊക്കെയാണ് ബഷീറിന്റെ കഥാപാത്രങ്ങൾ. പക്ഷെ അത് വായിക്കുന്നതിന്റെ ആ രസം, അതിന്റെ ആ ഒരു ഭംഗി, അത് മാത്രമാണ് ആ എഴുത്തിന്റെ പ്രത്യേകത. ആർക്ക് വേണമെങ്കിലും എഴുതാം, അതൊന്നും ഒരു വിഷയമല്ല. അതിന്റെ ആ ഒരു സത്യസന്ധത, അതിന്റെ ആ ഒരു ഭംഗി, അതിന്റെ ആ ഒരു നിഷ്കളങ്കതയ്ക്കാണ് ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ അഴകുള്ളത്. അല്ലെങ്കിൽ അതാണ് ഒരു പ്രതിഭ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതൊക്കെ ഒന്നും വിട്ടുകളയരുത്, അതിനുവേണ്ടി മെനക്കെടുക. നമ്മുടെ മാനസികമായിട്ടുള്ള സങ്കടങ്ങളോ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഇതില് ഫോക്കസ് ചെയ്യുക. ഒന്നാലോചിച്ച് നോക്ക്, നമ്മൾ വളരെ ഡിപ്രസ്ഡ് ആണ്, നമുക്ക് ഭയങ്കര വിഷമമാണ്, നമ്മുടെ ജീവിതം നമുക്ക് ഇഷ്ടമില്ല, അല്ലെങ്കിൽ നമുക്ക് എന്തോ സങ്കടമാണെങ്കിൽ നമുക്ക് വേറൊരാളായിട്ട് ഇരുന്ന് എഴുതിക്കൂടെ? എനിക്ക് വേറൊരു വ്യക്തിയായിട്ട് ഇരുന്ന് കുറെ നേരം ജീവിക്കാൻ പറ്റുന്ന പോലെ ഞാൻ എഴുതുന്നത്. ഞാൻ വല്ല സുന്ദരിയായ സ്ത്രീയായിട്ടോ അല്ലെങ്കിൽ ഞാൻ വേറെ വല്ല അഫ്ഗാൻ താഴ്വരയിലുള്ള പെണ്ണായിട്ടോ ഒക്കെ എനിക്ക് എഴുതിക്കൂടെ? ഞാൻ എഴുതുന്ന അത്രയും സമയമെങ്കിലും ഞാൻ ഈ പറഞ്ഞ അഫ്ഗാൻ താഴ്വരയിലോ അല്ലെ ചൈനയിലോ എവിടെയെങ്കിലും എനിക്ക് കറങ്ങി നടന്നുകൂടെ? അപ്പൊ എഴുത്തൊരു സുന്ദരമായിട്ടുള്ള ഒരു സംഭവമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതാൻ തോന്നട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഫാമിലിയെ കുറിച്ച് പറഞ്ഞു. എന്റെ ഫാമിലി ഏറ്റവും പ്രധാനം എനിക്ക് അമ്മ അഡിക്റ്റ് ആണ് ഞാന്. അപ്പൊ അമ്മ, 2 മക്കൾ, ഹസ്ബൻഡ് ബിസിനസ്സാണ്, അദ്ദേഹം നാട്ടിലാണ് ഉള്ളത്. ഞാനിവിടെ കേംബ്രിഡ്ജ് പഠിക്കുകയാണ്. പിന്നെ 2 മക്കളാണുള്ളത്. അമ്മയുടെ അമ്മ, കുഞ്ഞമ്മ, എന്റെ അമ്മ, അമ്മയുടെ അമ്മ, അവരൊക്കെയാണ് വീട്ടിലുള്ളത്. അപ്പൊ അവരെല്ലാരും ഉണ്ട് എന്റെ മക്കളുടെ ഒപ്പം. പക്ഷെ ഞാൻ എല്ലാ 6 മാസം കൂടുമ്പോഴും നാട്ടിലേക്ക് ഓടുന്ന ടൈപ്പാണ്. ഇവിടെ ഇപ്പോ പഠനം നടന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ വെക്കേഷനൊക്കെ ആകുമ്പോൾ അവരിങ്ങടേക്ക് വരും. അപ്പൊ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഞങ്ങളിങ്ങനെ പോകുന്നു. അതൊക്കെയാണ് കുടുംബവിശേഷം. പിന്നെ ഞാൻ ഒറ്റൊരാളേ ഉള്ളൂ, എനിക്ക് അങ്ങനെ സഹോദരങ്ങളില്ല. അതിൽ എനിക്ക് വലിയൊരു സങ്കടമാണ്, ഞാൻ ഒരാളല്ലേ ഉണ്ടായിരുന്നത്. സോമാറേട്ടൻ എനിക്ക് എൻ്റെ ഒരു വളരെ പ്രിയപ്പെട്ട ജ്യേഷ്ഠനാണ്. ഞാൻ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ ചേട്ടനാണ് എന്നെ ഇങ്ങോട്ടേക്ക് ഈ പ്രോഗ്രാമിലേക്ക് വരണമെന്ന് ഇൻവൈറ്റ് ഒക്കെ ചെയ്തത്. അടുത്ത എന്തെങ്കിലും പുസ്തകം എഴുത്തുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തോ? അടുത്ത ബുക്കിലേക്കുള്ള കഥകൾ അങ്ങനെയുള്ളൊരു
തീമൊക്കെ മനസ്സിലേക്ക് വന്നോ? എന്താണ്? ഉണ്ട്. ഒരു കഥാസമാഹാരമാണ് അടുത്ത ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടി 9 കഥ വേണം. അപ്പൊ 6 കഥയിൽ വന്ന് തട്ടി നിൽക്കുകയാണ് ഞാൻ. ഇനി ഒരു 2 കഥയും കൂടെ 2-3 കഥയും കൂടെയൊക്കെ വേണം. അല്ലാതെയുള്ള ഓൺലൈനിലുള്ള ആനുകാലികങ്ങളിലെ എഴുത്ത്, അങ്ങനത്തെ എഴുത്തൊക്കെ നടന്നു പോകുന്നുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട ഫിക്ഷണൽ വർക്കുകളൊക്കെ ഇങ്ങനെ ഉടനെ പുസ്തകം വരുന്നു എന്ന് പറയാനൊന്നുമില്ല. ഇപ്പൊ ഈ വൈറസ് എന്ന് പറഞ്ഞ നോവല് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. അതെന്തായാലും ഇംഗ്ലീഷിൽ ഉടനെ വരുന്നതായിരിക്കും. ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ കിടക്കുന്നേ ഉള്ളൂ. അതിനെ റിലേറ്റ് ചെയ്ത് ഞാൻ ചോദിക്കാം. ലൈക്ക് ഇപ്പൊ ചേച്ചി പറഞ്ഞ ഒരു സാധനം മനസ്സിൽ കിടക്കുന്നുണ്ട്. അപ്പം ആ കഥ അല്ലെങ്കിൽ നോവൽ എഴുതുമ്പോൾ ഒരു ത്രെഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് കിട്ടുമ്പോഴേ ലൈക്ക് ഇങ്ങനെ എവിടെയെങ്കിലും എഴുതി വെക്കണം, അതോ മനസ്സിലിങ്ങനെ ലൈക്ക് തലയിൽ ഇങ്ങനെ കൊണ്ടുവരുന്നത് എല്ലാം കൂടി ഒന്ന് സെറ്റായി ഒരു സ്ട്രക്ചർ ആയിട്ടാണ് എഴുതുന്നത്. എഴുതുന്നതിന്റെ ഒരു സ്റ്റൈല് കാണും. ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലാണ് എഴുതുന്നതിന്റെ. അപ്പം ചേച്ചിന്റെ ആ ഒരു സ്റ്റൈൽ അല്ലെങ്കിൽ ആ പാറ്റേൺ ഓഫ് റൈറ്റിംഗ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഞാനും എല്ലാവരും ഇപ്പൊ ഞങ്ങളുടെ ഒരു എഴുത്ത് സർക്കിളിലൊക്കെ സാധാരണ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണിത്. കാരണം എങ്ങനെയാണ് എഴുതുന്നത്. അപ്പൊ MD ഒക്കെ ഈ പറഞ്ഞ പോലെ ഒരു കഥ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ചിട്ട് അദ്ദേഹം നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ അതിങ്ങനെ മനസ്സിലിട്ടിട്ടിട്ട് ഇങ്ങനെ ഒരു വീഞ്ഞൊക്കെ ഉണ്ടാക്കുന്ന പോലെ മനസ്സിലിങ്ങനെ അത് ഇട്ടിട്ടിട്ട് ഇങ്ങനെ ആറ്റിക്കുറുക്കി ഒടുവിൽ അത് ഒരു സൈഡിൽ നിന്ന് അങ്ങ് പേപ്പറിലേക്ക് എഴുതുകയാണ് എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പിന്നെ എനിക്ക് അങ്ങനെയൊന്നും പറ്റില്ല കേട്ടോ. ഞാൻ അത്രയും പ്രതിഭയല്ല തോന്നുന്നു. ഞാന് ഒരു കഥ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് അത് എങ്ങനെ എഴുതണം എന്ന് 4-5 പ്രാവശ്യം ഇരുന്ന് ആലോചിച്ച് എന്റെ പേപ്പറിലും ബുക്കിലൊക്കെ ഇങ്ങനെ കുറിച്ച് അതിന്റെ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മള് ശരിക്കും ഒരു കഥ പറയുന്ന ഇപ്പൊ നിങ്ങളൊരു സിനിമയൊക്കെ കാണുമ്പോൾ ഉള്ള പോലെ ഒരു കഥ നമുക്ക് പല നിലയ്ക്ക് പറയായിരിക്കും. അപ്പൊ ഞാൻ തന്നെ അനില്, എന്റെ മുന്നിൽ കാണുന്ന പേരൊക്കെയാണ് കേട്ടോ പറഞ്ഞു. ഇപ്പൊ ഞാൻ തന്നെ അനിലും വിഷ്ണുവും റബിനും ഉള്ള ഒരു കഥയാണ് ഉണ്ടാക്കണമെന്ന് വിചാരിക്കും. അപ്പൊ എനിക്ക് അനിലിന്റെ സൈഡിൽ നിന്നും പറയാം, വിഷ്ണുവിന്റെ സൈഡിൽ നിന്നും കഥ പറയാം, റബിന്റെ സൈഡിൽ നിന്നും കഥ പറയാം. അപ്പൊ ആരുടെ സൈഡിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ആ കഥ ഇങ്ങനെ പറയാം. അപ്പോ അങ്ങനെ ഞാൻ 3-4 ടൈപ്പിലൊക്കെ ഒന്ന് ആലോചിച്ചൊക്കെ നോക്കും. പിന്നെ ഇതൊക്കെ ഏത് റൂട്ടിലാണ് ഇങ്ങനെ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ കുറിച്ച് ഒരു ഗ്രാഫ് പോലെയൊക്കെ ആക്കി വെച്ചിട്ടൊക്കെയാണ് ഞാൻ എഴുതുക. എന്നിട്ട് ഇങ്ങനെ ഓരോന്നോരോന്നായി എഴുതി പോവാറാണ് പതിവ്. പക്ഷെ എഴുതി വരുമ്പോൾ ചിലപ്പോൾ ട്രാക്ക് മാറിപ്പോയാലും അതും ഞാൻ നല്ലതാണെങ്കിൽ അങ്ങനെ തന്നെ കൊണ്ടുപോകും. അങ്ങനെയാണ് ശരിക്കും വൈറസ് ഒക്കെ അങ്ങനെ ഉണ്ടായതാണ്. ഒരു വളരെ ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഇത് ഞാൻ തന്നെ ഒരു പിക്ചർ ഉണ്ടാക്കി വെച്ചിട്ട് അത് ഫോളോ ചെയ്യാണ് ചെയ്തത്. എഴുത്തുകാര് ചിലര് നല്ല വായനക്കാരായിരിക്കും കേട്ടിട്ടുണ്ട്, ചിലര് വളരെ മോശം വായനക്കാരായിരിക്കും കേട്ടിട്ടുണ്ട്. ചേച്ചി ഇതിന്റെ നടുവിൽ എവിടെയായിരിക്കും? ചേച്ചിയുടെ വായനാനുഭവങ്ങൾ എങ്ങനെയാണ്? എഴുത്തുകാര് നല്ല വായനക്കാരായിരിക്കണം എന്ന് അങ്ങനെ ഇല്ല എനിക്ക് തോന്നുന്നു. കാരണം വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ബഷീർ അല്ലെങ്കിൽ വളരെ വളരെ സാധാരണ രീതിയിൽ എഴുതുന്ന ഒരുപാട് ഗ്രേറ്റ് ആയിട്ടുള്ള മനുഷ്യന്മാരൊക്കെ ഉണ്ട്. അവര് ജന്മന തന്നെ അവര് രസമുള്ള മനുഷ്യരാണ്. അപ്പോ ഭയങ്കരമായിട്ട് വായിച്ച് ബുദ്ധിജീവികളായ അങ്ങനെയുള്ളവർ ചിലപ്പോൾ എഴുതണം എന്നില്ല. ഇപ്പൊ എനിക്കറിയുന്ന ഇപ്പൊ നമ്മൾ ഭയങ്കര പ്രൊഫസേഴ്സ് ആണ്, അല്ലെങ്കിൽ സയന്റിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഈ സിദ്ധാന്തങ്ങളെ കുറിച്ചൊക്കെ എഴുതുന്ന വലിയ വലിയ പ്രൊഫസേഴ്സ്, അല്ലെങ്കിൽ മലയാളത്തിലൊക്കെ MA-യിലൊക്കെ റാങ്ക് ഹോൾഡേഴ്സ്, അങ്ങനെയുള്ളവരൊക്കെ ഈ ബഷീർ വെറും 4ാം ക്ലാസ് ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പുസ്തകമാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായി? അദ്ദേഹം ലോകം കണ്ടൊരു മനുഷ്യനാണ് ബഷീർ. പക്ഷെ അത് ഒരു നമ്മൾ ഈ പറയുന്ന ഒരു അക്കാഡമിക് അല്ല, ഒരു കാണാതെ പഠിച്ച അല്ലെങ്കിൽ പുസ്തകങ്ങളൊക്കെ കൃത്യമായി വായിച്ച് അങ്ങനത്തെ ഒരു മനുഷ്യനല്ല. അപ്പൊ ജീനിയസ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ആ ആള് നമ്മുടെ ചുറ്റുമുള്ള ജീവിതത്തെ നിരീക്ഷിക്കുന്ന ഒരാളാണ്. ശരിക്കും നമുക്ക് ചുറ്റുമുള്ള ഒരു ലൈഫിനെ കൃത്യമായി നിരീക്ഷിക്കാൻ പറ്റുന്ന ഒരാളാണ് ജീനിയസ്. അപ്പോ ഗംഭീരമായി വായിക്കുന്ന ഒരാള് ഗംഭീര റൈറ്റർ ആവണം എന്നില്ല, ഗംഭീര റൈറ്റർ ആയിട്ടുള്ള ഒരാള് ഗംഭീര വായനക്കാരാവണമെന്നും ശരിക്കും ഇല്ല. ഞാൻ അറിയുന്ന പല എഴുത്തുകാരും ഇപ്പോൾ കണ്ടംപററി ആയിട്ടുള്ള ഒന്നും വായിക്കുന്ന പോലും ഇല്ല, അങ്ങനത്തെ ഒക്കെ. പക്ഷെ ഞാൻ ഒരു ആവറേജ് വായനക്കാരി എന്ന് എന്നെ മാർക്ക് ചെയ്യാനാണ് എനിക്കിഷ്ടം. ഞാൻ ഗംഭീര വായനക്കാരി അല്ല. കാരണം ഞാൻ അങ്ങനെ വളരെ ചൂസ് ചെയ്യാണ്, സെലക്റ്റീവ് ആണ്. എല്ലാ പുസ്തകങ്ങളും വായിക്കുക അങ്ങനെ ഒന്നും ഇല്ല. ഇപ്പൊ MT ഒക്കെ എല്ലാം മറച്ചു വെക്കും, അല്ലെങ്കിൽ പറ്റുന്നതൊക്കെ വായിക്കും എന്ന് പറയാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനത്തെ അല്ല. എനിക്ക് വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങൾ, സെലക്റ്റഡ് ആയിട്ടുള്ള ഇത് മാത്രമേ വായിക്കാനുള്ള ഇതുള്ളൂ. അപ്പോ
എനിക്കിഷ്ടമുള്ള ചില ജോൺറ, എനിക്കിഷ്ടമുള്ള ചില സംഗതികൾ മാത്രമാണ് എന്നെ എപ്പോഴും സന്തോഷിപ്പിക്കുന്നത് വായനക്കാരി എന്നുള്ള നിലയിൽ. എങ്കിലും വായനയിൽ എനിക്ക് ഇഷ്ടമുള്ളത് പൊതുവെ ഒരു ഫിലോസഫിക്കലൊക്കെ ആയിട്ട് എഴുതുന്ന ഒരു അങ്ങനത്തെയൊക്കെ റൈറ്റിംഗ് ആണ് എനിക്കിഷ്ടം. എന്നാലും ഭയങ്കര അതിവൈകാരികമായിട്ടുള്ള റൈറ്റിംഗ് അല്ലാതെ എനിക്ക് അങ്ങനത്തെ റൈറ്റിംഗ് ഒക്കെയാണ് ഇഷ്ടം. ആനന്ദ്, OV വിജയനൊക്കെ എൻ്റെ ഒരു പ്രിയപ്പെട്ട എഴുത്തുകാരാണ്. മേതിൽ, ഇതൊക്കെ വലിയ പ്രിയപ്പെട്ട എഴുത്തുകാരാണ്. പക്ഷേ ഈ അതിവൈകാരികമായ ഒരു മാധവിക്കുട്ടിയെ പോലെ ഭയങ്കര ഒരു വൈകാരികമായിട്ടുള്ള എഴുത്തിനേക്കാളും ഞാൻ കുറച്ചും കൂടി ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള എഴുത്തുകളെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, വായിക്കാൻ ഇഷ്ടപ്പെടുന്നത് തോന്നുന്നു. പ്രണയമൊന്നും ഞാൻ അങ്ങനെ ഇപ്പൊ വായിക്കുന്നില്ല. പ്രണയം വായിക്കാത്ത എന്തുകൊണ്ടാണ്? പ്രണയത്തില് പെട്ടുപോകുന്നോ? അങ്ങനെയല്ല, പ്രണയത്തിൽ പെട്ടുപോകുന്നല്ല, അങ്ങനെയല്ല, നമ്മളെ തന്നെ നമ്മൾ വളരെ സൂക്ഷിക്കുന്നതായിരിക്കണം. പക്ഷെ എന്നാലും ഇപ്പൊ ഒരു കുറെ കൂടെ വായിച്ച് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങിയ ഒരു സ്ത്രീ എന്ന രീതിയിൽ ഞാൻ ഇവിടെ ഇപ്പൊ ഒറ്റയ്ക്ക് വരുന്നു, കൂട്ടുകാരുടെ ഒപ്പം പുറത്തു പോകുന്നു, ഒറ്റയ്ക്ക് സിനിമ കാണാൻ പോകുന്നു, ഒറ്റയ്ക്ക് ലൈബ്രറി പോകുന്നു. അപ്പൊ നമ്മൾ ഒരു പ്രണയം എന്നുള്ളത് വിട്ടിട്ടില്ലോ, ജീവിതത്തെ കുറച്ചും കൂടെ ആസ്വദിക്കുക, മനുഷ്യരെ ആസ്വദിക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് പോയി. ഈ പ്രണയം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു ഇടവഴി പോലെ, നമ്മൾ ഒരു ഇടവഴി കൂടെ നടന്നു പോകുന്നതും ഒരു വലിയ മൈതാനത്തിൽ കൂടെ നടന്നു പോകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു പ്രണയ ജീവിതത്തിൽ എപ്പോഴും പെട്ടുപോവുകയും നമ്മൾ അല്ലാതെ അതിൽ നിന്ന് ഫ്രീ ആയിട്ട് നിൽക്കുകയും ചെയ്യുമ്പോൾ, നമ്മള് പ്രണയത്തിലൊക്കെ പെട്ടുകഴിഞ്ഞാൽ ഒരാളെ മാത്രം ആലോചിച്ച് നമ്മളൊരു ഏതാണ്ട് ഒരു ടണലിന്റെ അകത്തൂടെ പോകുന്ന പോലെയാണ്, നമ്മൾ അതിൽ മാത്രം ചുറ്റിപ്പറ്റി പോകുന്ന പോലെ. പക്ഷെ എനിക്ക് പ്രണയത്തെക്കാൾ ഇഷ്ടം സൗഹൃദം, സുഹൃത്തുക്കള്, ഇതുപോലെ കൂട്ടായ്മകൾ, നമ്മൾക്ക് സംസാരിച്ചിരിക്കാനുള്ള നല്ല നല്ല സുഹൃത്തുക്കൾ. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രണയം എന്നുള്ളതിനെ അങ്ങനെ വലിയൊരു ഇതായിട്ട് കൊണ്ടു നടക്കലില്ല. പക്ഷെ മാധവിക്കുട്ടീന്റെയൊക്കെ പുസ്തകങ്ങളുടെയൊക്കെ ഫാൻസ് ഒരുപാടുണ്ടല്ലോ. അപ്പൊ പ്രണയം എഴുതാത്ത എന്താന്ന് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കും. ഇതുവരെ ഒന്ന് ഒരു കഥകളിലും എന്റെ കഥകളിലൊന്നും പ്രണയമില്ല. അപ്പോ പ്രണയ കഥ എഴുതാത്ത എന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കലുണ്ട്. അത് ഞാൻ ആ ഒരു ബ്രീഡ് അല്ലാന്ന് തോന്നുന്നു, അതുകൊണ്ടാവണം. ഇപ്പം പറഞ്ഞ പ്രണയം അങ്ങനെ എഴുതിയിട്ടില്ല, അല്ലെങ്കിൽ എഴുതാൻ താല്പര്യമില്ല എന്നുള്ളത്. അപ്പം അല്ലെങ്കിൽ എഴുതാൻ ഇതുവരെ എഴുതണം, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു സംഭവം എഴുതണം, അല്ലെങ്കിൽ ഈ ഒരു ജേർണൽ എഴുതണം എന്നുള്ള ആഗ്രഹം എന്തെങ്കിലും കാണും ഒരു മനസ്സിൽ. അപ്പം അങ്ങനെ ഏത് ടൈപ്പ് ഓഫ് സംഭവമാണ് എഴുതാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഇപ്പോ വലിയ ആഗ്രഹമുള്ള എഴുതണം എന്ന് ആഗ്രഹമുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാനിപ്പോ ബ്രിട്ടനിലാണ്. അപ്പോൾ ബ്രിട്ടീഷ് സ്ത്രീകൾ, ബ്രിട്ടീഷ് ജീവിതം, അല്ലെങ്കിൽ അവര് ലോകത്തെ കാണുന്ന അവരുടെ കണ്ണ്, അതൊക്കെ എഴുതണം. അല്ലെങ്കിൽ അവരുടെ ഒരു സംസ്കാരവും നമ്മുടെ സംസ്കാരവും തമ്മിലുള്ള വ്യത്യാസം, അതൊക്കെ എഴുതണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പൊതുവെ അത് അങ്ങനെ രണ്ട് സംസ്കാരം തമ്മിലുള്ള വ്യത്യാസം, ഫിലോസഫിയിലുള്ള വ്യത്യാസം, കുടുംബബന്ധം, ജീവിതം, അതിലൊക്കെ ഉള്ള വ്യത്യാസമൊക്കെ എഴുതണം തോന്നലുണ്ട്. പിന്നെ ഏതെങ്കിലുമൊക്കെ സർവൈവൽ ടൈപ്പ് ഒക്കെ എഴുതണം എന്ന ആഗ്രഹമുണ്ട്. വലിയ അപകടങ്ങളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ ഒരു ചലഞ്ചുകളിൽ പെട്ടുപോകുന്ന മനുഷ്യരെ കുറിച്ചൊക്കെ എഴുതണം എന്ന ആഗ്രഹമുണ്ട്. അതൊക്കെയാണ് ഇപ്പൊ മനസ്സിൽ വിചാരിക്കുന്നത്. എന്നാലും പിന്നെ വേറെയും എൻ്റെ ചില സ്വകാര്യമായ ചില ദുഃഖങ്ങളും പീഡകളും ഒക്കെ ഉണ്ട്. അതിപ്പോ ഉണ്ടാവുമല്ലോ, ഒരാളുടെ മനസ്സിന്റെ അകത്ത് വലിയ മുറിവുകളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരാളായിരിക്കും ഇങ്ങനെ എഴുത്തുപോലുള്ള അക്രമങ്ങൾക്കൊക്കെ ഇറങ്ങി പുറപ്പെടുന്നത്. അപ്പൊ ഉള്ളില് വലിയ ഒരു എന്തെങ്കിലും ഉണ്ടാവും. അപ്പൊ അതിനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്ന് ഉണ്ട് എനിക്ക്. അപ്പൊ അടുത്ത നോവൽ അത് തന്നെയാണ്. നമ്മളെ ഇതില് ഗ്രൂപ്പിലെ ഒരുപാട് കുട്ടികളുണ്ട്. അപ്പം വായന തുടക്കക്കാർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പുസ്തകങ്ങൾ പറയാൻ പറ്റും? ബാലസാഹിത്യം ഒരുപാട് നല്ലതായിട്ട് ഒരുപാട് നല്ല പുസ്തകങ്ങൾ ഇപ്പൊ ഉണ്ട്. അതൊക്കെ തെരഞ്ഞെടുത്ത്, എനിക്ക് തോന്നുന്നു DC-ന്റെ പോർട്ടലുകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ കുട്ടികളുടെ പുസ്തകങ്ങൾ നന്നായി പോകുന്നുണ്ട്. ഈ എൻ്റെ കൂടെ തന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട സുരേഷ് കുമാർ എന്ന് പറഞ്ഞ ഒരു അദ്ദേഹത്തിന്റെ ഒരു കുട്ടികളുടെ ഒരു പുസ്തകമുണ്ട്. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പുസ്തകമാണ്. ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു എന്തായാലും വായിച്ചിരിക്കണം എന്നൊക്കെ തോന്നുന്ന പുസ്തകം സുഭാഷ് ചന്ദ്രന്റെ പുസ്തകങ്ങളാണ്. അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടി എഴുതിയ പുസ്തകങ്ങളൊക്കെ വളരെ ഗംഭീര പുസ്തകങ്ങളാണ്. അതില് ഭൂമിയിലെ മാലാഖമാർ എന്നൊരു പുസ്തകമുണ്ട്.
ഞാൻ എൻ്റെ മകനും മകൾക്കും കൊടുത്ത പുസ്തകമാണത്. അദ്ദേഹത്തിന് ഒപ്പ് മേടിച്ചു കൊടുത്ത ഏക പുസ്തകമാണ്. ഞാൻ അദ്ദേഹത്തിന്റെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മനുഷ്യന്റെ രാമുഖത്തിൽ പോലും ഒപ്പ് വാങ്ങിച്ചില്ല. പകരം വാങ്ങിച്ചത് ഈ പുസ്തകത്തിലാണ്. അപ്പൊ എനിക്ക് കുട്ടികൾക്ക് വേണ്ടി എഴുതുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മാത്രമല്ല നമ്മളെ എല്ലാ മിത്തുകളും കുട്ടികൾ വായിച്ചിരിക്കണം. അതായത് നമ്മൾ ഈ മാലി കഥകൾ, മഹാഭാരത കഥകൾ, അതൊക്കെയാണ് ശരിക്കും അവര് തുടങ്ങാൻ നല്ലത്. 1001 രാവുകൾ, അതൊക്കെ ഒരു നല്ല പുസ്തകങ്ങളാണ്. നമ്മുടെ ചെറിയ ചെറിയ കഥകളും പഞ്ചതന്ത്ര കഥകളും അതുമൊക്കെ കുട്ടികൾ വായിച്ചാണ് ശരിക്കും തുടങ്ങേണ്ടത്. ഞാനൊക്കെ വായിച്ചു തുടങ്ങിയത് അങ്ങനെയാണ്. പഞ്ചതന്ത്ര കഥകൾ, ഈസോപ്പ് കഥകൾ, മാലി കഥകൾ, മഹാഭാരതം. പിന്നെ സുമംഗല എന്ന് പറഞ്ഞിട്ടൊരു അമ്മ, നമ്മുടെ ഒരു കുട്ടികളുടെ വായനയെ ഇത്രയും പ്രോത്സാഹിപ്പിച്ച ഒരു എഴുത്തുകാരി ഇല്ല. അപ്പൊ സുമംഗലയുടെ കുറച്ച് കഥകളുണ്ട്. വളരെ വളരെ ഗംഭീര കഥകളാണ്. ശരിക്കും നമുക്കൊരു മുത്തശ്ശിയിൽ നിന്നും കേൾക്കുന്ന പോലെ നമുക്ക് തോന്നും. അത്രമാത്രം ഒരു ഗംഭീരമായിട്ടുള്ള ഒരു പുസ്തകമാണ്. അതൊക്കെ വാങ്ങിച്ചു കൊടുക്കുക, വായിക്കുക. അതാണ് എനിക്ക് തോന്നുന്നത് കുട്ടികൾക്ക് തുടങ്ങാൻ നല്ലതാണ്. പിന്നെ ആലിബാബയും 1001 കള്ളന്മാരും, അങ്ങനത്തെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കഥകളുണ്ട്. നമ്മളുടെ വായനാ ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ മൈൻഡിന്റെ വോളണ്ടിയർ വിങ് ആണ് കൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ കൂട്ടിൽ ഒരു പുസ്തക നിരൂപണ മത്സരം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ ഒരു വിജയം കൂടി നമ്മൾ ഇന്ന് മാഡം അനൗൺസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ജിജീഷ് എൻജെ. അപ്പോ ജിജീഷിന്റെ അത് എഴുത്ത് ഞാൻ വായിച്ചു. കാരണം ജിൻഷ ഗംഗ എന്റെ സുഹൃത്താണ്. അപ്പൊ ഒഡയെ കുറിച്ചുള്ള ഒഡ എന്ന് പറഞ്ഞ ജിൻഷയുടെ കഥാസമാഹാരത്തെ കുറിച്ചാണ് അത് എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ആ ഒരു എക്സൈറ്റ്മെന്റിൽ വായിച്ചതാണ്. ഞാൻ അപ്പൊ തന്നെ ജിൻഷയ്ക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു, ജിൻഷ ഗംഗയ്ക്ക്. അപ്പൊ ജിൻഷ ഗംഗ പറഞ്ഞ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറഞ്ഞു. അപ്പോ പുള്ളിക്കാരിയും ഇത് എന്താണ് അദ്ദേഹത്തെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ജിജീഷിനെ. അപ്പോ മാത്രമല്ല നല്ല ഭാഷയായിരുന്നു അതില്. ഗംഭീരമായിട്ടുള്ള ഒരു ഭാഷയാണ്. വളരെ ഒതുക്കത്തോടെ എഴുതിയിട്ടുണ്ട്. അതൊരു നല്ലൊരു വായനാനുഭവമായിട്ടാണ് തോന്നിയത്. ഞാൻ ശരിക്കും ഒട മാത്രമേ വായിച്ചിട്ടുള്ളൂ. അതിലെ ഉപ്പ് പോലത്തെ കഥകളൊക്കെ ഗംഭീരാണെന്ന് പലരും പറഞ്ഞു. അപ്പൊ ജിൻഷയോട് ഞാൻ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ഇനി നാട്ടിലേക്ക് വരുമ്പോ ഒട വാങ്ങിച്ചിട്ടേ തിരിച്ചു പോരുള്ളൂ എന്ന്. അപ്പോ അതുകൊണ്ട് കൺഗ്രാറ്റ്സ് ജിജീഷ്, നന്നാവട്ടെ, അതിഗംഭീരാവട്ടെ ഇനി അങ്ങോട്ടുള്ള എഴുത്ത് ജീവിതവും. ആക്ച്വലി ഞാനൊരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് മേടിച്ചതാണ്. അത് പുള്ളിക്കാരിക്ക് വേണ്ടിയിട്ട് മേടിച്ചത്. ഞാൻ 1 വീക്കെൻഡിൽ ഉണ്ടായിരുന്നു. എനിക്ക് വാങ്ങിക്കാൻ വേണ്ടി വാങ്ങിച്ചതല്ല. അപ്പൊ 1 വീക്കെൻഡ് ഇരുന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പേജ് മറിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഫസ്റ്റ് സ്റ്റോറിനെ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. അങ്ങനെയാണ് ബാക്കിയും വായിച്ചത്. അപ്പോഴത്തേക്ക് ഒരു മെമ്മറബിൾ ആയിരുന്നു ബുക്ക്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് എടുത്ത് അറ്റൻഡ് ചെയ്ത ബുക്കായിരുന്നു അത്. അപ്പോ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു കഥാസമാഹാരമാണ് ജിൻഷന്റെ ഓട. അപ്പൊ മാത്രമല്ല ജിജീഷിന്റെ ഭാഷ നല്ലതാണ് കേട്ടോ. വളരെ ഒതുക്കത്തോടെ, വളരെ കൈയടക്കത്തോടെ എഴുതിയിട്ടുണ്ട്. അപ്പോ ജിജീഷ് എന്തായാലും ഈ നിരൂപണവും കഥാസ്വാദനവും ഒക്കെ വിട്ടിട്ട് ഫിക്ഷനൊക്കെ എഴുതാനും ശ്രമിക്കണം കേട്ടോ. അപ്പൊ ആശംസകൾ, വിഷസ്. താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ് ജിജീഷ്. ഒപ്പം എല്ലാവർക്കും ഈ ഒരു പുസ്തക നിരൂപണ കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അടുത്തത് വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇടത്തിന്റെ വൺ ഓഫ് ദ കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള അഖിലിനെ ഇൻവൈറ്റ് ചെയ്യാണ്. അഖിൽ, ഓവർ ടു യു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഖിൽ. ദിവിജിച്ച് പറഞ്ഞ പോലെ തന്നെ ഇടത്തിന്റെ ഒരു കോർഡിനേറ്റർ ആണ്. ഇന്ന് ഇവിടെ വോട്ട് ഓഫ് താങ്ക്സ് പറയാനാണ് എന്നെ ഏൽപ്പിച്ചേക്കുന്നത്. എന്താ പറയാ, വോട്ട് ഓഫ് താങ്ക്സ് എന്ന് പറയുമ്പോൾ താങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ അടുത്തേക്ക് ഭയങ്കര ഫോർമൽ വേർഡായി പോകും. അതിനേക്കാളും എനിക്ക് പറയാൻ ഇഷ്ടം സ്നേഹം എന്നുള്ളൊരു വാക്കാണ്. ലൈക്ക് അതിനാണ് കുറച്ചുകൂടി ഡെപ്ത് ഫീൽ ചെയ്തത്. അപ്പം നമ്മളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ ഒരുപാട് തിരക്കുകളും ഒരുപാട് സ്ട്രെസ്സിനൊക്കെ ഇടയ്ക്ക് നമ്മുടെ ഒപ്പം ചേർന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഐശ്വര്യ ചേച്ചിക്ക് വിഷയം ഒരുപാട് സ്നേഹം ഞങ്ങളൊപ്പം ഇത്രയും നേരം സമയം ചെലവാക്കിയാണ്. അതുപോലെ തന്നെ ഈ ഒരു പരിപാടി നമുക്ക് കുറെ അധികം ദിവസത്തെ ഒരു എഫേർട്ടാണ് നമ്മുടെ ഈ ഒരു പരിപാടി ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ എത്തിക്കുന്നത്. അതിന് കഷ്ടപ്പെട്ട് കുറേയധികം ആൾക്കാരുണ്ട്. ലൈക്ക് ബാബു ചേട്ടൻ, കൃഷ്ണകുമാർ, നമ്മളൊക്കെ കുട്ടേട്ടൻ, അവരുടെയൊക്കെ ഒരു കോർഡിനേഷന്റെ ഇപ്പം ചേച്ചി തന്നെ പറഞ്ഞു, ചേച്ചി ഇൻവൈറ്റ് ചെയ്ത കുട്ടേട്ടനായിരുന്നു. അപ്പൊ ഇവരുടെയൊക്കെ ഒരു എഫേർട്ടിന്റെ ഒരു റിസൾട്ടാണ് ഈ പ്രോഗ്രാം. അതേപോലെ തന്നെ ഈ വായനാ ദിനത്തിന് ബേസിൽ നമ്മളൊരു റിവ്യൂ കോമ്പറ്റീഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു കൂട് വോളണ്ടിയേഴ്സ് ആയിട്ട്. അപ്പോ അതിനകത്ത് നമുക്ക് കുറെ അധികം എൻട്രീസ് കിട്ടി. അപ്പം ആ എൻട്രി തന്ന ഓരോരുത്തർക്കും ഹൃദയത്തിന് സ്നേഹം.
ആ ഇന്റർവ്യൂകൾ ജഡ്ജ് ചെയ്ത് നമ്മുടെ ലയ അതുപോലെ തന്നെ ഫാത്തിമ രണ്ടുപേരും അവരവരുടെ ജീവിതത്തിലെ തിരക്കുകളും ഭയങ്കര ബിസി സ്റ്റഡികളുമായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. പക്ഷേ ഈ ബിസി സ്റ്റഡികളിലായിരിക്കും നല്ല രീതിയിൽ തന്നെ റിവ്യൂസ് ഒക്കെ വായിച്ചു നോക്കി നല്ലൊരു റിവ്യൂ എഴുതിയ ഒരാളെ തന്നെ കണ്ടെത്താൻ അവർക്ക് സാധിച്ചു. അതിനും ഒരുപാട് കൺഗ്രാറ്റുലേഷൻസ്, അതുപോലെ അപ്രിസിയേഷൻ. അതിനൊപ്പം തന്നെ എഴുതിയവർക്കും അതുപോലെ തന്നെ എഴുതി വിജയിച്ചതിനും ഹൃദയത്തിന് ഒരുപാട് സ്നേഹം. ഇനി ഇതുപോലെ കുറേയധികം എഴുതാൻ പറ്റട്ടെ. പിന്നെ ഈ എഴുത്ത് മത്സരം കോർഡിനേറ്റ് ചെയ്ത് നമ്മുടെ സ്വന്തം അർച്ചനയ്ക്കും ഒരുപാട് അപ്രിസിയേഷൻ. ഇതുപോലെ ഒരുപാട് നല്ല നല്ല കോമ്പറ്റീഷൻസ് അല്ലെങ്കിൽ ഇതുപോലെ നല്ല നല്ല എൻഗേജിങ് പരിപാടികൾ ഇനിയും കോർഡിനേറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ ആദ്യം മുതൽ നമ്മൾ ആങ്കർ ചെയ്യാൻ നമ്മളൊപ്പം നടന്ന് ഇടം മാഗസിന്റെ വൺ ഓഫ് ദി സ്ട്രോങ് പില്ലർ ദിവ്യ ചേച്ചിക്കും ഹൃദയത്തിന് വായിച്ചിരുന്ന സ്നേഹം അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം ഇത്ര നേരം കണ്ട് അതുപോലെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് പ്രോഗ്രാം എൻഗേജ് ആക്കിയ ഓരോ മൈൻഡ് മെമ്പേഴ്സിനും ഹൃദയത്തിന് വർഷം സ്നേഹം അറിയിക്കുന്നു. ഇനിയും ഒരുപാട് പ്രോഗ്രാം നമുക്ക് ഇതുപോലെ സംഘടിപ്പിക്കാനും കൂട്ടുകൂടാനും കഥകൾ കേൾക്കാനും കഥകൾ പറയാനും പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പം എല്ലാവർക്കും ഒരുപാട് സ്നേഹം. ഗുഡ് നൈറ്റ് ഓൾ.